ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ എങ്ങനെയാണോ ബീഫ് കറി വെക്കുന്നതെന്ന് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിച്ചേക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലങ്ങടെ അടിച്ച് പൊട്ടിച്ചേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പോയി മൊത്തം കണ്ടിട്ട് വേഗം വരാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ കുക്കറിൽ കുറച്ച് നേരമായിട്ട് വിസിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം മാത്രമാണ് വിസിൽ വരുന്നത് കാണിച്ചിട്ടുള്ളൂ. ഏകദേശം ഒരു 10 വിസിലോളം അടിക്കണം കേട്ടോ, എന്നാലേ നമ്മുടെ ബീഫ് കറക്റ്റായിട്ട് വേവുള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10 വിസിലോളം അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കണം. അപ്പോൾ ഏകദേശമൊക്കെ വെന്തിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ വിസിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം എങ്ങനെയാണ് എൻ്റെ ബീഫ് വെന്ത് വന്നിരിക്കുന്നതെന്ന് നോക്കിയിട്ട് വേഗം വരാം. അപ്പം ഇതാണ് നമ്മൾ ഇത്രയും നേരം വെച്ച് വേവിച്ച് നമ്മുടെ സ്വന്തം ബീഫ് കേട്ടോ. ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും പോയി കണ്ടിട്ട് വേഗം വരാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുത്തിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാലാണ് അടിപൊളി ടേസ്റ്റായിട്ട് ഇരിക്കുള്ളൂ. അതുകൊണ്ടായിട്ട് ഞാൻ എപ്പോഴും ബീഫ് വെക്കുമ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായ താളിക്കലിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് താളിക്കണേന്നും കൂടെ കണ്ടിട്ട് വേഗം വരാം.
വേണ്ട പറയാം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബീഫ് കറി വെക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് 2 കിലോ ബീഫാണ് കേട്ടോ. അതിനുള്ള സാധനങ്ങളാണ് നിങ്ങൾ കണ്ടതെല്ലാം. അപ്പോൾ എന്തായിരുന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത് ബെല്ലം കണ്ട് അടിച്ച് പൊട്ടിച്ചേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.